എന്തിനാണ് ബിരിയാണി വെക്കണേ? എന്തിന്റെ വെക്കണം ബിരിയാണി? ഇപ്പൊ തരും തരാത്തോണ്ട് വെക്കുക, ഇപ്പൊ തരും തരാത്തോണ്ട് വെക്കുക. പുസ്തകമാണ് ചെലവാട്ടുന്നത്. ഇവിടെ തെങ്ങനെ പണ്ടാരി കൊണ്ടോ ആ ഉള്ളി കൊട്ടി കൊണ്ടേറ്റ് ഏത് നിങ്ങൾ അതുകൊണ്ട് ഉള്ളിട്ടിക്കണി ആദ്യം ബിരിയാണി വീട്ട് ബാക്കിയുള്ളത് ഇവിടെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ബിരിയാണി പരിപാടിയാണ്. വായിച്ചത പ്രകൃതിയായ പ്രൈമടിയിലാണ്. രണ്ടാൾക്കാരുടെ കൗണ്ടർ വൃത്തിയാക്കലാണ്. ഇപ്പോൾ മുസ്തഫാന്റെ ബിരിയാണിക്കുള്ള സാധനങ്ങളാണ്. ഇറച്ചി വെച്ചിട്ടുണ്ട്, 5 ഇറച്ചിട്ടുണ്ട്. ഞാൻ തുടങ്ങിയാ സ്പീഡാക്കി തെങ്ങന്മാര ഞാൻ എന്തൊക്കെ മനസ്സിലാക്കാ ഒരു പണി വെച്ചിട്ട് ആ പോയി തങ്ങോട്ട് കൂടി ഇത് 5 നമ്മൾ ഉപ്പിരട്ടോ. ഇത് 5 നമ്മൾ ഉപ്പിര വെറുതെ അതിന്റെ മോനെ സിംഗാക്കന്നെ മറുപ് ഇതാ കുനകുനാ അരിയട്ടോ, കുനകുനാ അരിയണം മറുപ്. ഞാൻ തെങ്ങന്മാരങ്ങൾ പാത്രം തന്ന എത്തപ്പോ തുടങ്ങിയത് നേരെ ഇഞ്ചിൻ വെളുത്തിട്ട് കാട്ടുന്നത് ഈ ഐഡിയ കാണിച്ചത് എന്താ കാട്ടുന്നത്. എന്നാലും മറുപ് ഒന്ന് വേഗം വെട്ടൂട്. വെറുതെ കാണിച്ചേട്ടാ വെങ്കായം അഫ്സൽ വെറുതെ കാട്ടാ, അഫ്സൽ വെറുതെ കാട്ടാണ്. നാസിൽ കാര്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആ മയോണൈസ് അടിച്ചാ മയോണൈസ് മേക്കർ, പ്രൊഫഷണൽ മയോണൈസ് മേക്കർ. ആ ഓട്ടപ്പാത്രം മതിയോ വണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ വറുത്തച്ചാട്ടോ. അടുത്തത് മസാല ഇടുന്ന പരിപാടിയാണ്. ചിക്കൻ മസാല ഇടാണ്. അങ്ങനെ പറയല്ലേ ആത്മാർത്ഥ എന്ന് പറഞ്ഞത് അത്രയും ആൾക്കാരുടെ വർത്തമാനം പറയുന്നത് നോക്കുക. പണിയോടുള്ള ആത്മാർത്ഥ നോക്കും. പരിപാടിയിലാണ്. അപ്പൊ സലാഡ് മുസ്തഫാക്ക് സലാഡില് പൈനാപ്പിളും അനാറും ആണെന്ന് പറഞ്ഞിട്ട് അതിന് പോട്ടെ. ടൈം നോക്കി 10-11 മണി. ഫ്രൂട്ട്സ് കട തുറപ്പിച്ചിട്ട് എടുക്കാൻ പോകണം. പൈനാപ്പിള് മാങ്ങ അനാറ് വീട്ടിലാണ് സലാഡിനുള്ള നമുക്കൊരു വിഷയമല്ല. ഏതാ മാങ്ങ അണ്ണാക്കിൽ എറുമ്പ് വെച്ചു ആയത് മാങ്ങയാണ്. നല്ല തമ്പുരാനെ ഒരു 5 ചോറ് ഓടിച്ചാണ് എടുക്കേണ്ട ആൾക്കാർക്ക് വഹിക്കുന്നത്. ഒരു മാറി കൊടുക്കാ പൊടിച്ച് കാച്ചിട്ടേ എന്തൊക്കെ ഒരു 5 ചോറ് ഓടിച്ചാണ് എടുക്കേണ്ട ആൾക്കാർക്ക് വഹിക്കുന്നത്. നീലക്കുയിലോട് എന്താ പ്ലേറ്റ് കിട്ടീനാ നിനക്കല്ലടാ ലബീബിനാണ് ഒന്ന് കുടിച്ചാൻ പറഞ്ഞു. കാണാ പാട് എന്ത് സൂപ്പർ എന്ന് പറയും.